പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, ആദ്യം തന്നെ ഇതിൻ്റെ സ്കെച്ച് ഡൗൺലോഡ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നമ്മളൊരു ടൗണാണ് വരയ്ക്കുന്നത്, പക്ഷേ ടൗണിൻ്റെ ഒരു ലക്ഷണങ്ങളും അവിടെ ഇല്ല. ടൗണാണെന്ന് നമുക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ചിത്രമാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു നിറങ്ങളും നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. സ്കെച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരയ്ക്കാം. ഇവിടെ ആദ്യം ഞാൻ കുറച്ച് വരകളിട്ട് നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്തെടുക്കുകയാണ്. ആദ്യം റെഡിൽ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് പല നിറങ്ങളും ഉപയോഗിക്കാം. പിന്നെ ബ്ലൂയിലേക്ക് വന്നു. പെട്ടെന്ന് കളർ മിക്സ് ചെയ്തെടുക്കുന്ന രീതി പരീക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരു നിറം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത നിറം മിക്സ് ചെയ്തെടുക്കുക. ഡയറക്റ്റാണ് ഉപയോഗിക്കുന്നത്. മിക്സ് ചെയ്ത് പുതിയൊരു നിറം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുന്നില്ല. പേപ്പറിൽ തന്നെ മിക്സായി ഉണ്ടാകുന്ന ചില അടയാളങ്ങളെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം റെഡിൽ നിന്ന് ബ്ലൂയിലേക്ക് വന്നു. പിന്നെ അതിൽ കുറച്ചുകൂടി റെഡ് ചേർത്ത് വയലറ്റാക്കി കുറച്ചുകൂടി വെള്ളം ചേർത്ത് അതിനെ പരത്തിയെടുക്കുന്നു. ആ വയലറ്റിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ലെമൺ യെല്ലോയിലേക്കാണ്. നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള കളർ കോമ്പിനേഷൻ വരയ്ക്കാനുള്ള ഫ്രീഡം എപ്പോഴും തന്നിട്ടുണ്ട്. അത് ഇതിൽ നന്നായി നിങ്ങൾ ഉപയോഗിക്കണം. ലെമൺ യെല്ലോ കഴിഞ്ഞു. ഇനി അടുത്ത നിറത്തിലേക്ക് പെട്ടെന്ന് പോകണം. ശരിക്കും ഒരു ഓട്ട മത്സരമാണ്. പെട്ടെന്ന് കളർ മിക്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു രീതി നിങ്ങൾ ഇതിൽ നിന്ന് സ്വായത്തമാക്കും. അടുത്ത നിറം വരട്ടെ. ഗാംബോജ് എല്ലാമാണ്. നിങ്ങൾക്ക് രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ട്. അത് ക്യാമറയുടെ ചെറിയ പ്രശ്നം കൊണ്ടാണ്. പിന്നെ നേരിട്ട് റെഡ് കണ്ടോ, ലെമൺ യെല്ലോയിലും കുറച്ച് റെഡ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പേടിക്കാതെ നിങ്ങൾ കളർ മിക്സ് ചെയ്യുക. ഇവിടെ ആ മുകൾ ഭാഗം മാത്രം ആ ബിൽഡിങ്ങിൻ്റെ രൂപത്തിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ താഴേക്ക് വരയ്ക്കാം. റെഡ് കുറച്ച് കൂടുതൽ ചേർത്തു. ക്രിംസൺ റെഡാണ്. വെള്ളം കൂട്ടി പരത്തി താഴേക്ക് കൊണ്ടുവന്നു. ബ്ലൂ എടുത്തു. അടുത്ത ബിൽഡിംഗ് വരയ്ക്കുകയാണ്. പേപ്പറിൽ ഇരുന്ന് തന്നെ കളറുകൾ മിക്സ് ചെയ്തുണ്ടാകുന്ന ഒരു പ്രത്യേക മാജിക്കാണിത്. ഇതുപോലെ നിങ്ങൾക്ക് പല ചിത്രങ്ങളും വരയ്ക്കാം. ഞാൻ ഇവിടെ പറയുന്നതെല്ലാം അതിനു വേണ്ടിയാണ്. ഞാൻ വരയ്ക്കുന്നത് ഒരു ചെറിയൊരു റെഫറൻസ് മാത്രമാണ്. അതിൽ നിന്ന് നിങ്ങൾ പരീക്ഷിക്കാനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ വരയ്ക്കാം. ഈ ചലഞ്ച് കഴിയുന്നവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പരീക്ഷണങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ പരീക്ഷിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ചലഞ്ച്. ബ്ലൂവിൽ നിന്ന് നേരെ പെർമനൻറ്റ് ഗ്രീനിലേക്ക് പോയി. ഇല്ലാത്ത കളറുകളില്ല. എൻ്റെ പാലറ്റിൽ എനിക്ക് കളർ തികയുന്നില്ല ഈ ഒരു ചിത്രം വരയ്ക്കാൻ. ഇനിയും കളറുകൾ വേണമെന്ന ദാഹമാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എത്ര കളർ മിക്സ് ചെയ്താൽ നമുക്ക് മടുപ്പ് വരാത്ത രീതിയിലേക്ക് എത്തണം നമ്മൾ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ പല നിറങ്ങൾ ഉപയോഗിക്കുന്നത്. വീണ്ടും റെഡിൻ്റെ മുകളിൽ കുറച്ച് ഓറഞ്ച് ചേർക്കുന്നു. പല രീതിയിൽ കളിക്കുകയാണ്. ആ മുകൾ ഭാഗം ആ ഷേപ്പുകൾ അതുപോലെ വരുത്താൻ ശ്രമിക്കുകയാണ്. ഒരു വലിയ ബിൽഡിങ്ങിന് റെഡ് കൊണ്ട് വരച്ചു. അവിടെ നിർത്തി അടുത്ത കളർ എടുക്കുകയാണ്. ഗാംബോജാണ് എടുക്കുന്നത്. അപ്പോൾ റെഡും ഓറഞ്ചും ഒക്കെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാം. താഴേക്ക് ഓറഞ്ചാണ് വരുന്നത്. ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ലൈനുകളെല്ലാം വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രീനും റെഡും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു ഗ്രേ നിറമൊക്കെ വരുന്നുണ്ട്. ഒരിക്കലും അത് ഒരു തെറ്റല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിച്ച് ചെയ്യുക. ഡയറക്റ്റാണ് കളർ ഉപയോഗിക്കുന്നത്, മിക്സ് ചെയ്തല്ല ഉപയോഗിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. റെഡിൽ നിന്ന് പിന്നെയും യെല്ലോയിലേക്ക് വന്നു. കുറച്ച് ബ്ലൂ എടുക്കുകയാണ്. നേരിട്ട് ബ്ലൂ ഉപയോഗിക്കുന്നു. വളരെ കുറച്ച് കളറേ എൻ്റെ പാലറ്റിലുള്ളൂ. എനിക്ക് ഇത്രയും കളർ പോരാ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ ചെയ്യാൻ. നിങ്ങൾ പല നിറങ്ങൾ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. അടുത്ത ബിൽഡിങ്ങിനെ വരച്ച് കഴിയുന്നതാണ്. അവിടെ ആ ബ്ലൂ താഴെയുള്ള യെല്ലോയിലേക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ വരുന്നത് കാണാം. അത്തരത്തിലുള്ള പാച്ചുകളും അടയാളങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വാട്ടർ കളറിനെ ചന്തമുണ്ടാക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടാക്കാൻ എങ്ങനെ പരീക്ഷണങ്ങൾ നടത്താം എന്ന് നിങ്ങൾ നോക്കുക. വീണ്ടും ഗ്രീനിലേക്ക് വന്നു. വെള്ളം ചേർത്ത് പരത്തിയെടുക്കുന്നു. ചിത്രം ഇങ്ങനെ റിവീലായി വരുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ചുകൂടി പെർമനൻറ്റ് ഗ്രീൻ ഉപയോഗിച്ചു. ലെമൺ യെല്ലോ ഉപയോഗിച്ചു. സാബ് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ നിറങ്ങളൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. ഏകദേശം ആ ബിൽഡിങ്ങിൻ്റെ രൂപം കൊണ്ടുവരികയും ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത്. വെള്ളം ചേർത്ത് പരത്തിയെടുക്കുന്നു. താഴേക്ക് കുറച്ചുകൂടി പുള്ളികളെല്ലാം ഇട്ട് വെറുതെ പരത്തിയെടുക്കുക. ഒരു ലക്ഷ്യവുമില്ല അങ്ങനെ ചെയ്യുന്നതിന്. കുറച്ച് നിറങ്ങളെല്ലാം സ്പ്രേ ചെയ്യുന്നു. വെള്ളം സ്പ്രേ ചെയ്യുന്നു പരുക്കനാക്കാൻ വേണ്ടി. ഇനി കുറച്ച് ബ്ലൂ നിറമെടുത്ത് അതും സ്പ്രേ ചെയ്യുന്നു. ഇനിയാണ് അടുത്ത ലെയർ നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ, നമ്മൾ ഉണങ്ങിയ ഭാഗത്ത് സ്പ്രേ ചെയ്യുമ്പോഴും നനഞ്ഞ ഭാഗത്ത് സ്പ്രേ ചെയ്യുമ്പോഴും പലതരത്തിലുള്ള അടയാളങ്ങളാണ് ഉണ്ടാകുന്നത്.
ആ ലെയർ ഉണങ്ങിയതിന് ശേഷം അടുത്ത പണിയാണ് നമ്മളുടെ ചന്തം കൂട്ടൽ. വൈറ്റ് ഉപയോഗിച്ച് അതിൽ കുറച്ച് യെല്ലോ മിക്സ് ആയി പോയിട്ടുണ്ട്. ഒരിക്കലും അതൊരു പ്രശ്നമല്ല. വൈറ്റ് ആണെങ്കിൽ നല്ലതായിരിക്കും. ബിൽഡിങ്ങിൻ്റെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ അടയാളങ്ങളിട്ട് അതിൻ്റെ ജനലുകളിലും വാതിലും എല്ലാം വരയ്ക്കുകയാണ്. ഇതിനു മുമ്പുള്ള ഒരു പെയിൻറ്റിങ്ങിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെറിയ ബ്രഷ് എടുത്ത് വളരെ ചെറുതായി ചെയ്യാൻ ശ്രമിക്കുക. എത്ര പെർഫെക്റ്റായി ചെയ്യുന്നു അത്ര ചന്തം കൂടി ഈ ഒരു ബിൽഡിങ്ങുകളുടെ ജനാലകളെല്ലാം വളരെ സിമ്പിളായി ഒരു ഡോട്ടിട്ട് മാത്രം വരച്ച് കാണിക്കാനുള്ള ശ്രമമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വരയ്ക്കാതെ വിട്ടാലും പ്രശ്നമൊന്നുമില്ല. കഴിയുമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പരീക്ഷണം നിങ്ങൾ പലതരത്തിൽ നിങ്ങൾ ചെയ്തു നോക്കാം. വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും. ക്ഷമയോടെ കാത്തിരിക്കണം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അവസാനം കാണാൻ കഴിയും. ഇപ്പോഴും മുഴുവൻ വീഡിയോ കാണാത്ത പലരുമുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് കുറച്ച് കാണുകയും പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വരയ്ക്കുകയും ചെയ്യുന്ന ആ രീതിയൊന്നും ഒന്ന് പരീക്ഷിക്കാതിരിക്കുക. നിങ്ങൾ ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ഒരു ദിവസം ചിലവാക്കിയാൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരുത്താൻ കഴിയും. തീർച്ചയായും നിങ്ങളത് മനസ്സ് വയ്ക്കണം, കാണാൻ ശ്രമിക്കണം. പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് എൻ്റെ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് തീർച്ചയായും മറക്കരുത്. നല്ല സപ്പോർട്ട് വേണം. ഒരു വീഡിയോ ചെയ്യാൻ കുറഞ്ഞത് 2-3 മണിക്കൂറെങ്കിലും ഞാൻ ചിലവാക്കണം. ആ 2-3 മണിക്കൂറൊന്നും നിങ്ങൾ ചിലവാക്കണ്ട. ജസ്റ്റ് 10 മിനിറ്റ് കമൻറ്റ് ഇടാൻ 2 മിനിറ്റ് കൂടി ചിലവാക്കിയാൽ എൻ്റെ ചാനൽ നല്ല കുതിപ്പ് കുതിക്കും. അതിന് നിങ്ങളുടെ കയ്യിലാണ് ആയുധം. നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്കും കമൻറ്റും ഒന്നും മറക്കാതിരിക്കുക. വീണ്ടും വീണ്ടും പറയുന്നു. ആ ഭാഗത്തേക്ക് നമ്മൾ പെയിൻറ്റിങ്ങിൽ ഭാഗത്തേക്ക് പോവാം. ഇവിടെ പലതരത്തിലുള്ള ജനലുകളെ വരച്ചു. നീളത്തിലുള്ളത്, ചതുരത്തിലുള്ളത് എല്ലാം വരച്ചു. ഇനി കുറച്ച് ഡാർക്ക് നിറങ്ങൾ എടുക്കുകയാണ്. ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് ബ്രൗൺ ചേർത്തു. ചില ഡാർക്ക് ജനൽ കൂടി വരയ്ക്കുകയാണ്. ആദ്യം വൈറ്റ് കൊണ്ടാണ് വരച്ചത്. പിന്നെ ഡാർക്ക് ആക്കാൻ വേണ്ടി ബ്രൗണും ബ്ലൂ മിക്സ് ചെയ്ത് കട്ടിയിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി അതിനെ ചന്തം വരുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ പരീക്ഷണങ്ങളെല്ലാം നടത്താൻ പറ്റിയ പെയിൻറ്റിംഗ് ആണിത്. നിറങ്ങളിൽ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ മറക്കരുത്, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും കമൻറ്റും എല്ലാം അനിവാര്യമാണ്. ഈ ഒരു 50 ദിവസത്തെ ചലഞ്ച് കഴിയുമ്പോൾ നിങ്ങൾ അത്യാവശ്യം വാട്ടർ കളർ ചെയ്യാൻ പഠിച്ചിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നീട് നിങ്ങൾ വരയ്ക്കാൻ കൂടി പഠിക്കുക, ഡ്രോയിങ് കൂടി ഒപ്പം കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യത്യാസം നിങ്ങളുടെ കലാജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ ഗാലറി ഇതിൻ്റെ താഴെയുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ഗാലറി നിങ്ങൾക്ക് കാണാം. തീർച്ചയായും ചിത്രങ്ങൾ അയക്കണം. ബൈ.